വിസ്മയിരിക്ക്. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കടബാധ്യതകളൊക്കെ തീർന്ന് ഹാപ്പിയല്ലേ? ചേച്ചിയുടെ മാരേജ് ഒക്കെ ഫിക്സ് ആയല്ലോ? എല്ലാം ഓക്കെയാണ്. എന്നെ ഇപ്പൊ ഇവിടെ വിളിച്ചത്? ടെൻഷൻ ആവണ്ട. ഞാനിവിടുന്ന് നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വിസ്മയെ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന് തോന്നി. എ കോമൺ ചെക്കപ്പ്. ഞാൻ ഡോക്ടറിനെ വിളിക്കാം. ഇവിടെ അടുത്ത റൂമിലുണ്ട്. ഡോക്ടർ പ്ലീസ് കം. എല്ലാം രഹസ്യമായിരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാ ഹോസ്പിറ്റൽ ഒഴിവാക്കി ഡോക്ടർ നിമ്മിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നമ്മുടെ കരാറിനെ പറ്റി നിമ്മിക്ക് അറിയില്ല. ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, ഇതാണ് വിസ്മയ. ഹലോ വിസ്മയ. വിസ്മയ്ക്ക് എത്ര വയസ്സായി? 23 റണ്ണിംഗ് ആണ്. മാഡം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മെഡിക്കൽ സ്റ്റുഡന്റ് ആയതുകൊണ്ട് സറഗേറ്റ് മദർ ആവുന്നതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. മറ്റൊരു കപ്പിൾസിന്റെ ഓവവും സ്പേമും കൾച്ചർ ചെയ്ത് കുഞ്ഞിനെ വളർത്താനായി 10 മാസത്തേക്ക് ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുകയാണ്. അതൊക്കെ അറിയാം ഡോക്ടർ. പക്ഷേ 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 എന്തു പറ്റി? വിസ്മയ്ക്ക് എന്താ ഇപ്പൊ ഒരു സംശയം? ഇതാ നോക്കൂ വിസ്മയ, ഒരു സറഗേറ്റ് മദർ ആവാൻ എഗ്രി ചെയ്തതല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്ത ചില കപ്പിൾസ് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിന് പകരം സറോഗസിയിലൂടെ അവരുടെ തന്നെ ചോരയിൽ പിറക്കുന്ന കുഞ്ഞിനെ സ്വന്തമാക്കാനാ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഡോക്ടർ. പക്ഷേ ഈ പ്രോസസ്സിലെ നിയമപരമായ കോംപ്ലിക്കേഷൻസ് ആണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പോഴും ഞാനൊരു സ്റ്റുഡന്റ് മാത്രമാണ് ഡോക്ടർ. അതുകൊണ്ട് ഇതിന്റെ ലീഗാലിറ്റിയെ കുറിച്ചൊന്നും എനിക്ക് ഒരു അറിവുമില്ല. അതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിയമപരമായ എല്ലാ തടസ്സങ്ങളെയും നിയമവിധേയമാക്കാനുള്ള വഴി കണ്ടിട്ടാണ് എന്റെ മകന് വേണ്ടി ഞാൻ ഇതിനിറങ്ങി തിരിച്ചത് തന്നെ. അതൊക്കെ മഹേശ്വരമ്മയുടെ നോക്കിക്കോളൂ. എനിവേ, ഞാനിപ്പോ വന്നത് വിസ്മയ സറഗേറ്റ് മദർ ആവാൻ ഏബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമിക ടെസ്റ്റ് നടത്താൻ വേണ്ടി മാത്രമാണ്. വിസ്മയുടെ സംശയങ്ങൾ പിന്നീട് ഞാൻ തീർത്തു കൊടുത്തോളാം. ഇപ്പൊ ഡോക്ടറുടെ വിലപ്പെട്ട സമയം കളയണ്ട. ടെസ്റ്റ് നടക്കട്ടെ. അതെ, റൂമിൽ കൊണ്ടുപോയിക്കോളൂ. എനിക്കും തിരക്കുണ്ട്. വിസ്മയ വരൂ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.